നമ്മൾ 7 പപ്പീനാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 7 പപ്പിക്ക് 7 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പപ്പിയുടെ ഫോട്ടോ ഉള്ള ഒരു ബൗളിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരിക്കും. അത് എടുക്കുന്നത് ഏതാണോ, അപ്പോൾ നമുക്ക് തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചായിരിക്കും. ഏത് പട്ടിക്കുട്ടി കിട്ടണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ വയസ്സായപ്പോൾ അതാണ് അവൾ അതുപോലെയാണ് ഇരിക്കുന്നത്. എന്ത് പേരാണ് ഇടാൻ പോകുന്നത്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മളൊരു പപ്പീസിന്റെ ഗീവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലടാ? അതെ. അപ്പോൾ അതിൽ നമ്മൾ 7 പപ്പീനാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 7 പപ്പിക്ക് 7 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മൾ വിളിച്ചു വരുത്തിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലിസ്റ്റ് ഞാൻ വായിക്കാം. കാവ്യ ആറ്റിങ്ങൽ, ആൽഫ വെമ്പായം, വിപിൻ കൊല്ലം. അപ്പോൾ ഇതിൽ വിപിൻ കൊല്ലത്തിന് ഇന്ന് നമ്മളിവിടെ നിന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് പങ്കെടുക്കാനായിട്ട് എൻ്റെ അനിയനെ അവിടെ സൈഡിൽ പിടിച്ച് നിർത്തും. പിന്നെ അതുപോലെ തന്നെ അശ്വിനി കായംകുളം, അപ്പം പുള്ളിക്കാരിക്ക് ഇന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് അവരൊരു ഫ്രണ്ടിനെയാണ് വിട്ടേക്കുന്നത്. അപ്പോൾ സർഗയ്ക്കും വരാൻ പറ്റില്ലല്ലോ. ഒരു എക്സാം ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. അതിനൊരു അബ്ദുൽ എന്ന് പറയുന്ന ഒരു കസിനെയാണ് വിട്ടേക്കുന്നത്. പിന്നെ അനൂപും വിനീഷും 7 പേരാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അവർക്ക് പപ്പിയെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പപ്പിയല്ല, അതിനും ഒരു ഭാഗ്യം വേണം. നമ്മൾ ലോട്ടൊക്കെ ഇട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ? അതിലോട്ട് പോകാം. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ആദ്യം അവർ ചോദിക്കണം ഏത് പപ്പിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അത് തന്നെ അവർക്ക് കിട്ടുമില്ല നമുക്ക് നോക്കാം. ഫസ്റ്റ് അവർ നമുക്കൊരു ഓർഡറിൽ നിർത്തണം. അപ്പോൾ ഒരു 1 to 7 നമ്പേഴ്സ് നമ്മളൊരു ലോട്ട് ഇട്ട് അത് അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ നിർത്തിയതിന് ശേഷമായിരിക്കും യഥാർത്ഥ ലോട്ടിലോട്ട് നമ്മൾ വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലോട്ട് ഇടുന്നു. 2 ലോട്ടാണ് ഇതിലുള്ളത് മെയിനായിട്ട്. ഫസ്റ്റ് ഇതൊരു നമ്മളൊരു ഓർഡറിന് നിർത്താനായിട്ട് ഇതിൽ 1ാം നമ്പർ കിട്ടുന്നവർ അടുത്തെടുക്കുന്ന ലോട്ടിൽ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ഓർഡറിന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് നമ്മൾ ഈ ലോട്ട് എടുക്കുന്നത്. ബിജോയ് ചാരമല്ലേ എല്ലാവരും ഓരോ ലോട്ട് എടുപ്പിച്ചോ. സോ അപ്പോൾ നിങ്ങളെ കയ്യിരിക്കുന്ന നമ്പേഴ്സ് ഏതാണെന്നൊന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് നിൽക്കുമോ. 1ാം നമ്പർ ആർക്കാ കിട്ടിയ? 1. അപ്പോൾ ഇപ്പുറത്ത് നിന്നോ ചേച്ചി. 2ാം നമ്പറോ? ഓക്കെ, അതിൻ്റെ അപ്പുറത്ത്. 3. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത്. 4 ആർക്കാ? സഞ്ജുനായിരിക്കും. 4 നമ്പർ ആർക്കാ കിട്ടിയേ? മോക്ക് തന്നെ. മോളവിടെ 5 ഇപ്പുറത്ത്. 6 ചേട്ടനല്ലേ അല്ലേ? 7. ഓക്കെ. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ലോട്ടാണ്. അതായത് നമ്മൾ പപ്പിയുടെ ഫോട്ടോ ഉള്ള ഒരു ബൗളിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരിക്കും. അത് എടുക്കുന്നത് ഏതാണോ, അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടിയ ആളായിരിക്കും ആദ്യം എടുക്കുന്നത്. അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് പട്ടിക്കുട്ടികളുടെ. അപ്പോൾ നമുക്ക് തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചായിരിക്കും സെലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അതിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടിയ ആളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ 1ാം നമ്പർ കിട്ടിയ ആൾ കമോൺ. 2 പേര് വന്നോ? 2 പേര് വന്നോ, കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്ത് തോന്നി നമ്മുടെ ഈ ഒരു ഇതിൽ വിൻ ചെയ്തപ്പോ? സന്തോഷം തോന്നി. പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നാലും കിട്ടി ഭയങ്കര സന്തോഷം തോന്നി. ചേച്ചി എവിടെ വീട്? എന്റെ വീട് ആറ്റിങ്ങല്. പേരെന്തായിരുന്നു? കാവ്യ ആറ്റിങ്ങല്. ഇതില് നമ്മൾ ഫസ്റ്റ് നമ്പർ ഇത് വിൻ ചെയ്ത ആളുടെ ഇതാണ് കേട്ടോ. അത് തന്നെ ഫസ്റ്റ് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ചേച്ചി ഇതിൽ നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലും കൂടി ഒരു ഭാഗ്യമുണ്ടോ? ഇതിൽ അങ്ങനെ ഏത് പട്ടിക്കുട്ടി കിട്ടണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ വയസ്സായപ്പോൾ അതാണ് അവൾ അതുപോലെയാണ് ഇരിക്കുന്നത്. ഏത്? ആ ബ്ലാക്ക്. എനിക്ക് അത് കൊള്ളുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് ഫസ്റ്റ് ലോട്ടെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എടുത്തോ. ഓക്കെ, തുറന്നോ ചേച്ചി, തുറന്നോ. പക്ഷേ ഇത് എന്ത് കേട്ടാ കിട്ടിയിരിക്കും? ബ്രൗൺ നമ്മുടെ ഒറ്റക്കണ്ണനെയാണ് കിട്ടിയിരിക്കുന്നത്. അല്ലെ ആരോന്ന് കാണിച്ചോ. അപ്പോൾ എടാ എടുത്തിട്ടോ ഇതിൻ്റെ ആധാർ കാർഡ് നോക്കിയെടുത്തു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ വിന്നർ ചേച്ചി. ഇഷ്ടപ്പെട്ടു പപ്പിയെ? എൻ്റെ ഫോട്ടോ കൊടുത്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. അതിന് ആദ്യത്തെ പപ്പി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ആറ്റിങ്ങൽ സൈഡിലോട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് 2ാം നമ്പർ. നിങ്ങൾ ആർക്ക് പകരമാണ് വന്നിരിക്കുന്നത്? അശ്വിനി കായംകുളം. അവരുടെ ഫ്രണ്ടാണ്. വരാൻ പറ്റില്ല, ജോലി ഉള്ളത് കൊണ്ട്. ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏത് പട്ടിക്കുട്ടി വേണം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കൊടുത്തോ. സെയിം എൻ്റെ ചേച്ചി കിട്ടി സെയിം സാധനമാണ് കേട്ടോ. ഇതുപോലത്തെ 2 നമ്മളിലുണ്ട്. അതുകൊണ്ട്
പാടാണ്, അത് കുഴപ്പമില്ല, നമ്മൾ കണ്ടുപിടിക്കും. ഇതാ ഒരു ആൺകുട്ടിയെ നമ്മൾ തന്നിരിക്കുകയാണ്, നല്ലപോലെ നോക്കാൻ പറയണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ രണ്ടാമത്തെ ആളെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം മൂന്നാമത്തത് സർഗയുടെ ആണല്ലേ, സർഗയുടെ അല്ല, ഒരാൾക്ക് കോഴിക്കോട് നിന്ന് എക്സാം ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ കസിനെയാണ് വിട്ടേക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഏത് പട്ടിക്കുട്ടി വേണം അങ്ങനെയൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ട്? സന്തോഷമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോട്ടിലോട്ട് പോകാം. അപ്പം ചെയ്തു, എല്ലാ ഭാഗ്യവും നിങ്ങൾക്കാണ് നമ്മൾ തന്നിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് പപ്പിയാണ്. ഇതെന്റെ ഫേവറേറ്റ് പപ്പിയാണ് കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പപ്പി ഇതാ, സർഗയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നല്ലപോലെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും കേട്ടോ ചെക്കപ്പിന്. ഓക്കെ, ശരി ബ്രോ, താങ്ക് യു. എൻ്റെ ഫേവറേറ്റ് പപ്പി പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്പർ 4. ഹലോ, ഒരു കൊച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത്. പേര് അനൂപ് അല്ലേ? അതെ, അനൂപ് എന്ന് പറഞ്ഞ ഒരാൾക്ക് മോളാണ് വന്നിരിക്കുന്നത്. ഏത് പട്ടിക്കുട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടോ, ആഗ്രഹമുണ്ടോ? ഏത് കിട്ടിയാലും മതി. ഓക്കെ, ബാ. ഓക്കെ, എടാ ഇതടാ നമ്മളെ ബ്രൗൺ, ചെവിയിൽ മാത്രം ബ്രൗൺ ഉള്ള ഒരു പപ്പിയാണ് കേട്ടോ. നല്ലൊരു നോക്കണം കേട്ടാ. പട്ടിക്കുട്ടി പേരൊക്കെ ഇട്ടോ ഇപ്പോഴേ? എന്ത് പേരാണ് ഇടാൻ പോകുന്നത്? പെണ്ണാണെങ്കിൽ കുട്ടി, ആണാണെങ്കിൽ കുട്ടി. കുട്ടൻ. അപ്പൊ നമുക്ക് കുട്ടൻ എന്ന പേരിട്ടാണ് ഇപ്പോഴേ പേരിട്ടിരിക്കുകയാണ് കൊച്ച്. പേരെന്താ മോളില്? ദീക്ഷ. ഓക്കെ, അപ്പൊ ദീക്ഷയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായ? അപ്പൊ ഇങ്ങനെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരു ഭാഗ്യമാണല്ലോ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ദീക്ഷ. അപ്പൊ ഇനി നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ 4 കഴിഞ്ഞ് നമുക്ക് 5-ാമത്തെ ആളെ വിളിക്കാം. 5-ാമത്തെ ആള് കൊല്ലത്തുനിന്ന് വന്ന ഒരാളാണ്. പക്ഷെ അത് ഇവനല്ല കേട്ടോ, ഇവനല്ല. അവർക്കിന്ന് അവിടെ മഴയായതുകൊണ്ട് വരാൻ പറ്റിയില്ല. കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് എടുക്കുമായിരിക്കും. അപ്പൊ അതിന് പകരം എൻ്റെ അനിയനെയാണ്. എടുത്തോ, എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദ്യമൊന്നുമില്ല. കൊല്ലത്തുള്ള ബിബിന് വേണ്ടിയിട്ടാണ് എൻ്റെ അനിയൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഒറ്റക്കണ്ണ്, ഇതുവരെ മിക്സഡ് കളർ വന്നിട്ടില്ല കേട്ടോ. എല്ലാം ഇനി ഒറ്റ കണ്ണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. അത് സോ ഗൈസ്, കൊല്ലത്തുള്ള ബിബിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റിലെ പാച്ച് കളേഴ്സ്, ഒരുപാട് പാച്ചുള്ള പപ്പിയുണ്ട്, നമ്മളെ ബ്ലാക്കും ബ്രൗണും, അത് പോകുന്നതാണ് ആദ്യം വിചാരിച്ചത്. ഇനിയുള്ള 2 പേർക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടാൻ പോകുന്നത് അല്ലേ, ആൽഫിയ ആൻഡ്. ഓക്കെ, അപ്പോൾ നമ്പർ 6. നിങ്ങൾക്ക് ഇതിൽ 2 ആ 2 പപ്പി എടുത്തിട്ടോടാ. ഇതിൽ 2 ഏതെങ്കിലും ആൽഫിയക്ക് ഏതെങ്കിലും കളർ കിട്ടണം. വന്നോ. അപ്പോൾ നമുക്ക് 6ഉം 7ഉം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് പട്ടിക്കുട്ടി നേരത്തെ കിട്ടണമെന്ന് ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? ഏത് കിട്ടിയാലും സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാച്ച് അത്യാവശ്യമുള്ള 2 പപ്പിയാണ് നമ്മളിലുള്ളത്. ഒന്ന് ബ്ലാക്ക് ആൻഡ് ബ്രൗണും വൈറ്റ്. അപ്പോൾ ഇതിൽ 2 ഏതെങ്കിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ 6 എടുത്തോ ആൻഡ് 7 എടുത്തോ. ചേട്ടൻ ട്രിവാൻഡ്രത്ത്, എൻ്റെ വീട് ട്രിവാൻഡ്രം നെല്ലിമുട്. വിനീഷ് അല്ലേ? വിനീഷ്. ഓക്കെ, അൽഫിയ കന്യാകുളങ്ങര. ഓക്കെ, ഓപ്പൺ ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി ആൽഫിയ ഓപ്പൺ ചെയ്യണ്ട, ബ്രൗൺ. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളതിൽ പാച്ചുള്ള നല്ല പപ്പിയാണ് കേട്ടോ. ഇത് 2 നല്ല കളർ പാച്ചുള്ള പപ്പിയാണ്. 2 നൈസ് ക്യൂട്ട് പപ്പീസ് ആണ് ഗൈസ്. അപ്പോൾ ഇത് ബാലരാമപുരത്തോട്ട് പോവുകയാണ്. 2 ട്രിവാൻഡ്രം അല്ലേ? ട്രിവാൻഡ്രം അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ദിനേശ് ബ്രോയ്ക്ക്? സന്തോഷം തോന്നുന്നു. ഓക്കെ, പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ സംഭവമൊക്കെ? ഇല്ല, പ്രതീക്ഷിച്ചു. ഓക്കെ, എങ്ങനെയുണ്ട് ആൽഫിയ? ഈ പ്രതീക്ഷിച്ചിരുന്നു ഈ പപ്പി കിട്ടുമെന്നൊക്കെ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഹേ ഗൈസ്, അപ്പോൾ നമ്മളെ ഗീവ് അവേ വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പെറ്റിനെ ഇഷ്ടമുള്ളവർക്ക് തന്നെ, അർഹതപ്പെട്ടവർക്ക് തന്നെ സാധനം കിട്ടി. കിട്ടാത്തവരൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇതുപോലത്തെ ഗീവ് അവേ ആയിട്ട് വരും. എൻ്റെ ടോക്കി പ്രസവിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരും. എന്തായാലും ഞാൻ ഇനി ഒരിക്കലും പപ്പിയെ സെയിൽ ചെയ്യുന്നില്ല. അർഹതപ്പെട്ടവരെ കണ്ടെത്തി ഇതിനെ കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇത് നമ്മളെ കൊല്ലത്തുള്ള ബിബിൻ എന്ന് പറഞ്ഞ ബ്രോയ്ക്കാണ്. അവിടെ കൊല്ലത്ത് നല്ല മഴ ആയതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അനിയനെ നിർത്തിയത്. കൊല്ലത്തുള്ള ബിബിന് വേണ്ടിയിട്ടാണ് എടുത്തത്. സുന്ദരൻ. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം
ടൈമാണ് ഒരു ഗീവ് അവേ നടത്തുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ഡയറക്റ്റ് എടുക്കേണ്ട അവരൊരു ഭാഗ്യം നോക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും പട്ടി ഇഷ്ടമാണ്, ആർക്കും ഇന്ന പട്ടി തന്നെ വേണമെന്നല്ല, അവർക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചവരടുത്തെല്ലാം അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയണ്ട, ആരോമലൊക്കെ പഴം പിഴുങ്ങിയൊക്കെ നിൽക്കുന്നു. ഇല്ല, ഇനി അടുത്ത ആരോമലിനെ കൊടുക്കാൻ നമ്മൾ ഗീവ് ഇടുന്നുണ്ട്. നമുക്ക് ബിജോയിനെ കൊടുക്കാൻ ഗൈസ്, ജർമ്മൻ ഷിപ്പ്. അല്ല, ഞാൻ പറഞ്ഞ ബിജോയ്ക്ക് കല്യാണം കഴിക്കണം, അപ്പൊ ഗീവ് അവേ ഉചിതമായ പെൺകുട്ടിയെ തേടുന്നു. എന്ത് പറഞ്ഞു? പെൺകുട്ടീനെ നമുക്ക് ബിജോയ്ക്ക് ഗീവ് അവേ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ ടാഗ് ചെയ്തയ്യ NS ഇൻഫെക്റ്റഡ് സോൾ. അത് ടാഗ് ചെയ്തില്ല, കട്ട് ചെയ്ത് കളഞ്ഞ. ആരോമൽ BS ഒറ്റ കാര്യം ഞാൻ പറയുമ്പോൾ, പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നവർ, എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. നമ്മൾ തുടരും സോങ്ങിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നൊസ്റ്റാൾജിയോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ കോപ്പിറൈറ്റ് ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളെ ഒരു പഴയ കാലത്തോട്ട് ആ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ളൊരു 100% ഞാൻ പറയുകയാണ്. അത്യാവശ്യം നമുക്കിപ്പോൾ ഏകദേശം 1 മില്യൺ വ്യൂ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. മെയിനായിട്ട് വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി ഫീൽ ചെയ്യും ഉറപ്പായിട്ടും, അല്ലേ? പിന്നെ ഹാർഡ് വർക്ക് ആണ് ഗൈസ് അതിൽ. അതെ, നമ്മൾ 12 മണിക്കൂർ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടി വിളിച്ച് നമുക്കൊരു ബായ് പറഞ്ഞാലോ? സോ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഓക്കെ, ശരി. ബിബിന്റെ പപ്പിയാണ്, ബിബിന്റെ പപ്പി. കൊല്ലത്തോട്ട് പോവുക. ടാറ്റാ. വിളിക്കുന്നു. ഓക്കെ, ശരി.